ശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഭ്രൂണഹത്യ അഥവാ ഗർഭഛിദ്രം പാപമാണോ? പലർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും കണ്ണടച്ച് ഇരുട്ടാക്കാനായിട്ട് നോക്കും. പക്ഷേ എത്ര ഇരുട്ടാക്കിയാലും ഇരുട്ടാകാത്ത ഒരു കാര്യമാണ്. എന്നെയോ നിങ്ങളെയോ ആരെങ്കിലും കൊല്ലാൻ നോക്കിയാൽ, കൊല്ലപ്പെട്ടാൽ അതിന് കൊടിപിടിക്കാനും സമരം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുപാട് ആൾക്കാരും ഒരുപാട് നിയമങ്ങളും അവകാശങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ജനിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ആ ജീവനുള്ള കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയുമ്പോൾ ഇതിനേക്കാൾ വലിയ ക്രൂരത, അതായത് പുറപ്പാട് 20:13 വചനം, കൊല്ലരുത് എന്ന ആ ദൈവപ്രമാണത്തിൻ്റെ ലംഘനമാണ് അവിടെ നടക്കുന്നത്. ഇനി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം, മന്ത്രവാദം പാപമാണോ? അയ്യോ, അത് പറയേണ്ട കാര്യമില്ല, ഭയങ്കരമാണെന്ന് പറയും. മന്ത്രവാദം ഇസിക്കൽ ടു ദാറ്റ്, മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ. അടുത്തത് നിഷ്ഠൂരമായ ശിശുഹത്യ അഥവാ ഭ്രൂണഹത്യ അഥവാ കൊലപാതകം അഥവാ ഗർഭഛിദ്രം. എവിടെയാണ്? നമ്മുടെ വീട്ടിലല്ല, ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിത സങ്കേതമായ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ. ഇതിനേക്കാൾ വലിയ ക്രൂരത, തിന്മ വേറെയുണ്ടോ? അപ്പോൾ മന്ത്രവാദം, അവിശുദ്ധമാനുഷ്ഠാനം, നിഷ്ഠൂരമായ ശിശുഹത്യ, ഇവ മൂലം അവിടുത്തെ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായി. എന്നിട്ട് ലാല എന്ന് പറഞ്ഞ് നടക്കാൻ നോക്കിയാൽ വല്ല രക്ഷയുണ്ടാ? കൊലപാതകം നടത്തിയാൽ അതിനുള്ള ഏറ്റവും മിനിമം ശിക്ഷ ജീവപര്യന്തം തടവെന്ന് പറയും. അതെത്ര? 12 കൊല്ലോ 13 കൊല്ലോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് ഇതുവരെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ശിക്ഷയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ കോടതി വല്ല നല്ല നടപ്പിന് അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ ദയാഹർജിയിലൊക്കെ ഇളവ് ചെയ്ത് വിട്ടാൽ ആയി. അപ്പോൾ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരും വാദിക്കാനില്ലാതിരിക്കുന്നതിനേക്കാൾ വലിയ പാപം ഈ ലോകത്ത് വേറെ ഉണ്ടോ? ഇന്ന് ലോകത്ത് വരുന്ന പല തകർച്ചകൾക്കും പല ക്രമക്കേടുകൾക്കും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ക്രൂരതയല്ലേ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. കാരണം ജീവിക്കാൻ അവകാശം ഉണ്ടായിരിക്കെ ഒന്നിനെ പാകത്തിന് വളർത്താൻ, രണ്ടിനെ പാകത്തിന് വളർത്താൻ, കുട്ടികൾ 1 or 2 ആയി എന്ന കാരണം കൊണ്ട് ഇടവേളക്ക് വേണ്ടിയും കിട്ടിയതിനെ നന്നായിട്ട് വളർത്താമെന്നും പറഞ്ഞ് ഒരെണ്ണത്തിനെ കൊന്നുകളയാൻ അവകാശമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ജീവനോടെ ഇരിക്കത്തില്ല. ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ഒട്ടും വലിയ പ്രായ ഗ്യാപ്പ് വ്യത്യാസം ഇല്ല. അപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ആ സ്ഥാനത്ത് അന്ന് കഷ്ടപ്പാടും ദുരിതങ്ങളും ബിസിനസ് തകർച്ചയും എല്ലാം ഉണ്ട്. അങ്ങനെ വല്ലതും ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഞങ്ങളിൽ ആരെങ്കിലോ അല്ലെങ്കിൽ 2 പേരോ ജീവിച്ചിരിക്കുമായിരുന്നോ? അന്നൊന്നും അങ്ങനത്തെ ആ ഒരു കാഠിന്യം അവർ കാണിച്ചില്ല. പിന്നെ ഞാനും എൻ്റെ പെങ്ങളും തമ്മിൽ മരിച്ചുപോയി. അവൾ 38-ാമത്തെ വയസ്സിൽ. 8 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ഒരു പാർട്ടി എൻ്റെ മുമ്പിൽ ഒന്ന് ഏങ്ങലടിച്ച് കരയുന്ന ഇതാണ്, മൂത്ത പിള്ളേർക്ക് ഇത്രയും വയസ്സായപ്പോൾ അതിനെന്താ? അത് പറഞ്ഞ് വേറെ ജീവൻ ഭൂമിയിൽ ഉടലെടുക്കാൻ പാടില്ലേ? മൂത്ത കൊച്ചിന് ഇത്ര പ്രായമായപ്പോൾ മറ്റേ കൊച്ചിനെ വളർത്തുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേട്, കൊച്ചിന് ആർക്ക് നാണക്കേട്? ഭൂമിയിലൊരു ജീവൻ ഉടലെടുക്കുന്നത്, രൂപം കൊള്ളുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു നാണക്കേടുമില്ല. അത് കൊല്ലുന്നതിനേക്കാൾ വലിയ നാണക്കേടും ക്രൂരതയും ശാപവും ഈ ലോകത്ത് വേറെ ഇല്ല. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വാളൊഴിയുന്നില്ല. ജീവിച്ചിരിക്കുന്ന മക്കളെ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്നും കൂടെ ഞാൻ കേട്ട ഒരു കാര്യം, ഒരമ്മ പറഞ്ഞ ഇതാണ്, ഈ മകനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി അബോർട്ട് ചെയ്യാൻ ആരോ പരിചയക്കാർ പറഞ്ഞു കൊടുത്തനുസരിച്ച് മരുന്നുകൾ കഴിച്ചു. ഇന്ന് ആ മകനിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതിരുന്ന മകൻ
ആക്സിഡൻറ്റ് പറ്റി മരിച്ചുപോയി. മരുന്ന് കഴിച്ച് കളയാൻ നോക്കിയ മകൻ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ട് പോലീസിനെ വരെ വിളിക്കേണ്ട അവസ്ഥ. അങ്ങനെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആ മകനെ കൂടെ ഇന്ന് അനുഭവിക്കാനൊന്നുമില്ല. ഭർത്താവും കടന്നുപോയി, ഒരു കുഴപ്പമില്ലായിരുന്ന മകനും മരിച്ചുപോയി. ഞാനിത് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ചിലതൊക്കെ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞ് വളർത്താൻ മറ്റേതുങ്ങളെ കളഞ്ഞപ്പോൾ ആ നല്ലത് കുടുംബത്തിന് ശത്രുവായി തീർന്ന അവസ്ഥ. കണ്ണീരൊഴുകി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ, ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും. ആര്? ഈ ഞാനാരാ? അതാണ് സ്രഷ്ടാവായ ദൈവം. ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. കായനോട് ദൈവം ചോദിച്ച ആബേൽ എവിടെ? ആ ദൈവസ്വരം ഇന്ന് നമ്മുടെ ജീവിതത്തിലും മാറ്റല് കൊള്ളും. എവിടെ നിൻ്റെ കുഞ്ഞ്? അപ്പനെ അമ്മനെ നോക്കാൻ കൊടുത്ത മകനെ അല്ലെങ്കിൽ മകളെ കൊന്നു കളഞ്ഞു, ബക്കറ്റിൽ കളഞ്ഞു, അബോർഷനാക്കി കളഞ്ഞു. ഇന്ന് ഇതാ മറ്റു മക്കളെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അപ്പനെ അമ്മനെ നോക്കാനും തലോടാനും സംരക്ഷിക്കാനും ചികിത്സിക്കാനും ദൈവം അയച്ച. അതുപോലെ ലോകത്തിനും ശാസ്ത്രലോകത്തിനും പല കണ്ടുപിടുത്തങ്ങളും, ക്യാൻസർ ഉൾപ്പെടെ എയ്ഡ്സ് ഉൾപ്പെടെ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പലതിനുമുള്ള മരുന്നുകളും ചികിത്സകളും കണ്ടുപിടുത്തങ്ങളും തരേണ്ട പലരെയും വെട്ടിയരിഞ്ഞ് ബക്കറ്റിലോട്ട് വിട്ട് ഉപ്പുവെള്ളം കുത്തിവെച്ച് കൊന്നു കളഞ്ഞു അമ്മയുടെ വയറ്റിൽ. എന്നിട്ട് പറയണേ ദൈവത്തിന് കരുണയില്ല. ലോകം ഈ രീതിയിലല്ല പോകേണ്ടത്. ഞാൻ ഓർക്കുകയാണ്, അബോർഷൻ്റെ നിയമം ഇന്ത്യയിൽ പാസാക്കിയ ആ ഉന്നതയായ വ്യക്തി സ്വന്തം ഭവനത്തിൽ വെച്ച് സ്വന്തം അംഗരക്ഷകൻ്റെ ആരുടെ ഭരണകാലത്താണോ ഇന്ത്യയിൽ ഈ അബോർഷൻ നിയമമാക്കി ബില്ല് പാസ്സാക്കി, സ്വന്തം അംഗരക്ഷകൻ്റെ ഉദരത്തിൽ വെടിയേറ്റ് സ്വന്തം ഭവനത്തിൽ പിടഞ്ഞു വീണ അവസ്ഥ. ഇതാ നിരപരാധിയായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ആ രക്തത്തിന് ദൈവം കണക്ക് ചോദിച്ചതല്ലേ, ദൈവത്തിൻ്റെ വിരൽ ചൂണ്ടിയതല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഭവനം, സുരക്ഷിതമായ സ്ഥലം, സ്വന്തം ഭവനത്തിൽ വെച്ച് ഉദരത്തിൽ തന്നെ വെടിയേറ്റ് മരണമടഞ്ഞ അവസ്ഥ. ഈ നിയമം, ഈ ബില്ല് ഇന്ത്യയിൽ പാസ്സാക്കാൻ അനുവദിച്ച ആ ഉന്നതയായ വ്യക്തി ഒരു രാഷ്ട്രീയത്തിലോട്ടും പോകുന്നില്ല. ഇതിൽ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനേക്കാൾ വലിയ കളങ്കം ലോകത്തിൻ്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, മതങ്ങളുടെ മേൽ പാപക്കറ തീർക്കുന്ന ഇതിനേക്കാൾ വലിയ നിലവിളി ഈ ലോകത്ത് വേറെയില്ല. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ നിലവിളി. ഇന്ന് ബിടെക്, MBA ഒക്കെ പഠിപ്പിക്കുന്നു, വലുത്. പക്ഷെ എങ്ങും എത്തുന്നില്ല, കടങ്ങൾ മാറുന്നില്ല, മക്കളെ കൊണ്ട് ഉപകാരമില്ല. കാരണം ദൈവം തന്നതിനെ എല്ലാം ഒരേപോലെ കൈനീട്ടി സ്വീകരിക്കാതെ അസൗകര്യങ്ങൾ പറഞ്ഞേ. ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഓർക്കാണ്, ഒരിക്കൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയറും അയാളുടെ ഭാര്യ. പക്ഷേ അന്ന് അബോർഷൻ ചെയ്ത് 2 എണ്ണം ഒക്കെ കളഞ്ഞപ്പോൾ അന്ന് ഈ ജോലി കിട്ടിയിട്ടില്ല, വേറെ ജോലിയായിരുന്നു. ഒരെണ്ണത്തിനെ ഒറ്റയാനായിട്ട് വളർത്തി. ആ മകൻ വലിയൊരു അപകടം, പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ വന്ന ദാരുണമായി. ബൈക്കിൽ പോകുമ്പോൾ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലെ കമ്പി തറച്ച് കയറി ഫയർഫോഴ്സ് വന്ന് കട്ട് ചെയ്തെടുത്താണ് ആശുപത്രി കൊണ്ടുപോയത്. അമ്മയുടെ വയറ്റിലുണ്ടായ 2 എണ്ണത്തിനെ നിഷ്കരുണം കൊത്തിയരിഞ്ഞ് നല്ല ആയ സമയത്ത് കളഞ്ഞു. അപ്പോൾ 2 പേരും ചത്തതുപോലെ. ഇവിടെ പ്രാർത്ഥിക്കാനും സ്പിരിച്വൽ കൗൺസിലിങ്ങിന് വേണ്ടി ആരോ കൂട്ടിക്കൊണ്ട് വന്നതാണ്. കുറ്റബോധം വേട്ടയാടുന്നു. ദൈവം കൊടുത്തതിനെ തന്ന സമയത്ത് സ്വീകരിച്ചില്ല. ഇപ്പം ഇട്ടുമൂടാൻ സമ്പത്തും വഴികളും ജോലിയും പദവിയൊക്കെ ഉണ്ട്, പക്ഷേ ഉണ്ടായത് പോയി. ഇപ്പോൾ ആ പ്രായം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലാത്ത അവസരം. കുറ്റബോധം മാറുന്നില്ല. അപ്പോൾ പുറപ്പാട് 20:13 മറക്കരുത്, കൊല്ലരുത്. എഴുതി വെച്ചേക്കണം ഈ വചനം. എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കും. ജ്ഞാനം 12:3 മറക്കരുത്. ഉൽപ്പത്തി 9:5ഉം 6ഉം വചനങ്ങൾ. മനുഷ്യരക്തം ചൊരിയുന്നവൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും. കാരണം എൻ്റെ ഛായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ ആരും ചോദിച്ചില്ലെങ്കിലും ആ
അമ്മയുടെ വയറ്റിൽ കിടന്ന് ഞാനിതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ആലപ്പുഴ IMS ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ദമ്പതി ധ്യാനത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പല അമ്മമാരും ബോധം കെട്ട് വീഴുമായിരുന്നു. ഇത്രയും വലിയ തെറ്റാണ്, ഇത്രയും വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്ന ഒരു റിയാലിറ്റി അവർക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഈ സിസേഴ്സ് അല്ലെങ്കിൽ ആ അമ്മയുടെ വയറ്റിലേക്കും തീവ്രതയുള്ള മരുന്നുകൾ കുത്തിവെക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് മുളകരച്ച് തേച്ചതിനേക്കാൾ അപ്പുറം ഈ കുഞ്ഞ് പുകഞ്ഞ് ചാകുന്ന, കുഞ്ഞ് പെടഞ്ഞ് എന്നെ കൊല്ലരുതേ എന്നും പറഞ്ഞുള്ള വയറ്റിൽ കിടന്ന് പടപടപടപടോന്നും പറഞ്ഞുള്ള സ്പന്ദനങ്ങൾ ആ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ ബോധമുള്ളവൻ്റെയൊക്കെ ബോധം പോകും. പലരും ബോധം കെട്ട് വീണിട്ടുണ്ട്. ദമ്പതി ധ്യാനത്തിന് കാണിക്കുന്നു. പിന്നീട് അത് നിർത്തി. കാരണം അത് താങ്ങാനുള്ള ശക്തി പലർക്കും ഇല്ല. അത് ഇപ്രകാരം ചെയ്തിരുന്ന ഒരു വലിയ ഡോക്ടർ മാനസാന്തരപ്പെട്ടപ്പോൾ ഇനി ആരും ഇത് ചെയ്യാനായിട്ട് പോകാൻ ഇടയാകാതിരിക്കാനാണ്. 10 പേർക്കെങ്കിലും ഉപകാരപ്പെട്ട 100-ൽ 10 അത്ര ആയി. പക്ഷേ ലോകത്തിൽ ഓരോ 2 മിനിറ്റിലും 3 മിനിറ്റിലും ഓരോ അബോർഷൻ വിധം എവിടെയെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ദൈവം കണക്ക് ചോദിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് ഇതാ എല്ലാ സൗകര്യവും എല്ലാ സൗഭാഗ്യവും ഉണ്ടായിട്ട് തിരിച്ചറിവില്ലാതെ ഇവിടെ രാസലഹരിയും മയക്കുമരുന്നും തിന്മ കൊടികുത്തി വാഴുന്ന തിന്മയിലേക്ക് യുവജനങ്ങൾക്ക് ചായ്വ്. എല്ലാ വീട്ടിലും 1-2 കിളപ്പനമ്മനെ കൊണ്ടുപോയി അനാഥ മന്ദിരത്തിലാക്കുന്നു. നാട് വിട്ടുപോയിട്ട് ഫോണും എല്ലാം വിദേശത്തൊക്കെ പോയാൽ രക്ഷപ്പെട്ട് കുടുംബം നോക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ലിവിങ് ടുഗദറും ഒറ്റ പൈസ കടം തീർക്കാൻ പോലും അടക്കുന്നില്ല. കുടുംബത്തെ പാപ്പരാക്കുന്നു, കെണിയിലാക്കുന്നു, നുണകൾ പറയുന്നു. ഒരു വഴിയില്ല, രക്ഷയില്ല, ജോലിയില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്ന പല മാതാപിതാക്കൾ ഇവിടെ വന്ന് കരയുന്നുണ്ട്. അതുപോലെ അങ്ങനെയുള്ള പലരോടും അവർ അവസാനം കൂപ്പുകുത്തി ഈ മാതാപിതാക്കളുടെ കണ്ണീര് വീഴുമ്പോൾ ഉയരത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. സങ്കീർത്തനം 139 15-ഉം 16-ഉം ഓരോ കുഞ്ഞും രൂപപ്പെടുമ്പോൾ ആരറിയും? നമ്മൾ പോലും അറിയും, അപ്പനും അമ്മയും പോലും അറിയുന്നില്ല എങ്കിൽ ഇതാ ആരറിയും? ദൈവത്തിനറിയും. ആ വചനം വായിക്കാം. സങ്കീർത്തനം 139 15-ഉം 16. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. കരഞ്ഞു. കാരണം ആ കുഞ്ഞമ്മയുടെ വയറ്റിൽ കിടന്ന് ഒച്ച പോലും പുറത്തോട്ട് വന്നില്ല. ദൈവമേ, എൻ്റെ അമ്മേ, എൻ്റെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ ആ ഗർഭാശയ ഭിത്തികൾ പൊട്ടിപ്പോകുന്നു. ഭൂമിയുടെ 4 അതിരുകൾ വരെ ആ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് കഷ്ണിച്ച് കളയുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വെച്ച്, അല്ലെങ്കിൽ മരുന്ന് കയറ്റി കുത്തിക്കൊല്ലുമ്പോൾ ഒരു യുദ്ധക്കളത്തിനേക്കാൾ വലിയ ക്രൂരത, രക്തക്കറയലെ കുടുംബത്തിൽ തലമുറയിൽ വീഴുന്നത്. അതുകൊണ്ട് കുമ്പസാരിച്ചാൽ പോരെ, പരിഹാരം ചെയ്താൽ പോരെ? രക്തത്തിന് പരിഹാരം എന്ത് പരിഹാരം ചെയ്യും? എന്ത് പകരം കൊടുക്കും? എന്ത് വെച്ചാലും തീരത്തില്ല. അതുകൊണ്ട് മക്കളെയൊക്കെ അബോർഷൻ ചെയ്യാനൊക്കെ ആലോചിച്ച് പോലും പോയിട്ടുണ്ടെങ്കിൽ അത് കൊടിയ ബാധകമാണ്. ഇന്ന് ആ മക്കൾ ഇതെന്താ ഇങ്ങനെ, അതെന്താ അന്നത്തെ ന്യായീകരിക്കേണ്ട, അന്നത്തെ സാഹചര്യം കൊണ്ടായിരുന്നു, അന്ന് വേറെ വഴിയില്ലായിരുന്നു. അമ്മായിപ്പൻ അങ്ങനെ കാണിച്ചു. ആരോടായി പറയുന്നത്? എത്രയോ ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പൊന്നുപോലെ ഞങ്ങളെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, പുറത്താക്കണമെങ്കിൽ പുറത്താക്കട്ടെ എന്ന് വിചാരിച്ച് പിടിച്ച് നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തിയവരെ അറിയാമോ? ഞാനൊരു വീട്ടിലൊരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കടം അന്ത്യ അവസ്ഥയായി. അപ്പം മകൾ കണ്ണീരോടച്ച് പറഞ്ഞു, ബ്രദറെ എൻ്റെ 2-3 എണ്ണത്തിനായി ഈ അപ്പം വീടൊക്കെ വെച്ച് കൊടുത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. ഗർഭിണി ആയപ്പോൾ വേഷം കെട്ടാണ്, കൃഷിയാണെന്നും പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് ഇവിടെ ഞാൻ താമസിപ്പിക്കില്ല, ഈ കോമ്പൗണ്ടിൽ നിന്ന് ഓടിക്കുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി 3 എണ്ണത്തിന് അബോർഷനാക്കി കളഞ്ഞു. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു പ്രാക്കാണ് ബ്രദറെ. എൻ്റെ അപ്പൻ ഇന്ന് വേണ്ടാത്ത സ്ഥലത്ത് വേണ്ടപ്പെട്ടോടത്ത് തന്നെ ക്യാൻസർ വന്ന് ഇഞ്ചിഞ്ചായിട്ട് അനുഭവിച്ചു. മരിക്കണമില്ല, ജീവിക്കണമില്ല. ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ്. ഞാൻ ചോദിച്ചു, നീ ചെയ്ത അതിനേക്കാൾ വലിയ തെറ്റല്ലേ? വാടകയ്ക്ക് താമസിക്കുന്നവരും തെരുവിൽ കിടക്കുന്നവരും ജീവിക്കുന്നില്ലേ? കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നില്ലേ? എന്നിട്ട് ഇപ്പം മരിക്കാറായി കിടക്കുന്ന അപ്പം മാത്രം നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കണം, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ലേ? എന്തിനു മറുപടി കൊടുക്കും?
അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട മാതാപിതാക്കൾ ചില കുടുംബങ്ങളിലൊക്കെ സമ്മതിക്കത്തില്ല. എന്തിനാ ഇപ്പോൾ ഗർഭിണിയായത്, ആരോട് ചോദിച്ചിട്ടായി, ഇവിടെ നിന്ന് പൊയ്ക്കോണം, കുടുംബത്തിൽ നിന്നൊന്നും തരൂല, ഇതെന്താണ് കൃഷിയാണ്, വേറെ പണിയില്ലേ, ഞങ്ങൾ നോക്കൂല, ആരെങ്കിലും നിർത്തി നോക്കിക്കോ. അവസാനം അങ്ങനെയുള്ളവരാ ഈ കുഞ്ഞുങ്ങൾ അവർ വലുതായി വന്ന് നോക്കിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാതെ കടന്ന് വലിഞ്ഞപ്പോഴും ഈ കുഞ്ഞുങ്ങൾ പഠിച്ച് വലിയ ജോലിക്കാരായപ്പോൾ അവരുടെ വരുമാനം കൊണ്ട് നോക്കിയ അവസ്ഥകൾ എനിക്ക് നേരിട്ടറിയാം. ഈ കുഞ്ഞിനെ കളഞ്ഞാൽ ഇവിടെ ജീവിച്ചോ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ടേ കളയാൻ പാടില്ലേ, ഇതെന്താണ്, ഇതിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു മല്ലടിച്ച ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവരെയൊക്കെ അവസാനം ഈ കുഞ്ഞുങ്ങൾ കരുണ കാണിക്കേണ്ട, സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം കൊല്ലാൻ പറഞ്ഞ, കളയാൻ പറഞ്ഞ, ഇവിടെ കയറ്റത്തില്ല എന്ന് പറഞ്ഞ, ഞങ്ങൾ നോക്കത്തില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ ദൈവം നോക്കിപ്പിച്ച അവസ്ഥകൾ നേരിട്ടറിയാം. ഗലാത്തി പ്രവചനത്തിലെ 1-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നു, ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു എന്ന്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, എൻ്റെ അമ്മ എന്നെ ഗർഭിണിയായ അവസ്ഥകളിൽ അമ്മക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല, അമ്മ തന്നെ നേരിട്ട് പറഞ്ഞല്ലോ, വേറെ ആരും പറയേണ്ട കാര്യമില്ല, ഗർഭിണിയാകാൻ പാടില്ല, കല്യാണം കഴിപ്പിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ശാരീരിക രോഗാവസ്ഥകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ. രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കപ്പെടാതെ. പക്ഷേ അങ്ങനെ കളഞ്ഞിരുന്നെങ്കിലോ. ഇനി എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ അമ്മക്ക് തന്നെ നീണ്ടു നിവർന്ന് നിൽക്കാൻ വയ്യ, എപ്പോഴും ഒരു രോഗാവസ്ഥയുള്ള ആ അവസ്ഥയിൽ ഞങ്ങൾ 3 മക്കൾക്ക് 2 ആണും 1 പെണ്ണിനും ജന്മം തന്നു. ദൈവം സഹായിച്ച് അമ്മ അപ്പനും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അറിവിലുമില്ല, ഒന്നും കൊണ്ടുപോയി കളഞ്ഞതായിട്ടുള്ള അറിവില്ല. ഞങ്ങൾക്ക് ശേഷം 8 വയസ്സ്, ഞങ്ങൾ 2 സഹോദരങ്ങൾക്ക് ശേഷം 8 വയസ്സ് വ്യത്യാസത്തിലാണ് പെങ്ങൾ ജനിച്ചത്. കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയിരുന്നെങ്കിലും പൊന്നുപോലെ മുത്തുപോലെ അവളെ നോക്കിയത്, കളയാനൊന്നും പോയില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റാഞ്ഞ ഞങ്ങളാണ്, ആ മൂത്ത സഹോദരങ്ങളൊക്കെയാണ് അതിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനത്തെ അമ്മയുടെ ശാരീരിക അവസ്ഥകൾ ഒന്നുകൂടെ ഡള്ളായി. പക്ഷെ ദൈവം ഒരു പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ ചിലർ പറയും രോഗം കാരണമോ കളഞ്ഞത്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ കളഞ്ഞ്. അമ്മയുടെ അവസ്ഥ പിന്നീട് ബെറ്ററായി, പ്രസവമൊക്കെ കഴിഞ്ഞവരോട് ബെറ്ററായി, ഓരോന്ന് കഴിയുന്തോറും മെച്ചപ്പെട്ട് വന്നു. പ്രസവിക്കാൻ പോലും പറ്റാത്ത, ഗർഭിണിയാകാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ന്യായീകരണം ഒന്നുമില്ല മക്കളെ. ജീവിതകാലം മുഴുവൻ പരിഹാരം ചെയ്യാമെന്ന്, പ്രേക്ഷിത വേല ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചോ. കർത്താവിനോട് ചോദിക്കാൻ എന്ത് പ്രേക്ഷിത വേല ചെയ്യണം. അതുപോലെ കുമ്പസാരത്തിൽ തുറന്ന് വ്യക്തമായിട്ട് പറയണം, എത്ര എണ്ണം കളഞ്ഞു, എത്ര പ്രാവശ്യം കളഞ്ഞു, പാപത്തിൻ്റെ എണ്ണം, ഘനം, ഗൗരവം. നിങ്ങളെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടിയല്ല, രക്ഷപ്പെടാൻ വേണ്ടിയായി പറയുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കൾ വെല്ലുവിളിക്കുന്നു, മാതാപിതാക്കളെ കൊല്ലാൻ നോക്കുന്നു, പലരും നാണക്കേടും മാനക്കേടും കാരണം പുറത്തു വിടുന്നില്ല, അല്ലെങ്കിൽ മക്കളെ പോലീസ് ഉപദ്രവിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ പറഞ്ഞതാ, പോലീസ് സ്റ്റേഷൻ്റെ അവിടം വരെയും പോയി കുറേ നേരം നിന്നിട്ട് തിരിച്ചു പോന്നു. മകൻ അമ്മേനെ ഹെൽമെറ്റൊക്കെ കൊണ്ട് അടിച്ച് ഒരു പൊക്കാക്കി. അവൻ്റെ ഭാര്യനെ തൊടത്തില്ല, കേസൊന്നുമില്ല ബ്രദറെ. പിന്നെ പോലീസിനെ വിളിച്ചു, പക്ഷേ അതിലോട്ട് പോയില്ല. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ സമൂഹത്തിന് നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലെല്ലാം നമ്മുടെ നേരെ ആണ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ചൂണ്ടുന്ന ചൂണ്ടുവിരൽ ഇതാ ബാക്കിയെല്ലാം നമുക്കെതിരെ തിരിയുന്ന അവസ്ഥകളാണ്. പ്രകൃതി നമുക്കെതിരാകും, സാമ്പത്തിക വഴികൾ താറുമാറാകും. അബോഷണമൊക്കെ ചെയ്ത പിന്നെ ബിസിനസ്സെല്ലാം തല്ലിത്തകർന്ന്, ജോലിയൊക്കെ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ സമനില തകർന്ന അവസ്ഥകൾ, ജീവിച്ചിരിക്കുന്ന മക്കൾ മയക്കുമരുന്നിനടിമ, പല സംഭവങ്ങളും അറിയാം. ഞങ്ങൾ ഇതുപോലെയുള്ള എന്തെല്ലാം രഹസ്യങ്ങളാണ് പലരും വന്ന് പങ്കുവെക്കുന്നതെന്ന് അറിയാമോ? ഇതുകൊണ്ടാണ് ബ്രദറെ, അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത് ഓരോ കുഞ്ഞിനെയും. അതുകൊണ്ട് അത് കൊത്തിയരിയാൻ, വെട്ടിയരിയാൻ കിടന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനൊപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പൻ ഇന്ന് പലരും അമ്മമാർ കുമ്പസാരത്തിൽ പറയും, അപ്പനും പറയണം, അത് ചെയ്യുകയും ചെയ്യരുത്. ഇനി അങ്ങനെ ചെയ്യാനിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രേക്ഷിത വേല ചെയ്യണം, മധ്യസ്ഥ പ്രാർത്ഥന വേണം, പരിഹാര ശുശ്രൂഷ ചെയ്യണം. എപ്പോൾ ചെയ്യണം? ഓടിപ്പോയിട്ട് ഒരാൾക്ക് അരി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വിശപ്പിൻ്റെ വെളിയിൽ കുറച്ച് പൊതിച്ചോറ് കൊടുക്കും ബ്രദറെ എന്ന് പറഞ്ഞ്, അതുകൊണ്ടൊന്നും തീരില്ല. ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കേണ്ട, ജീവിതകാലം മുഴുവൻ പ്രേക്ഷിത വേല ചെയ്യേണ്ട, ജീവിതകാലം മുഴുവൻ പരിഹാരം ചെയ്ത് അനുദപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം.
ഉണ്ണിയേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത ഹെറോദേസ് കൊന്നുകളഞ്ഞ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ, പിഞ്ചു പൈതങ്ങളെപ്പോലെ ഇതാ ജീവിക്കാൻ അവകാശമുണ്ടായിട്ട് കൊത്തിയെരിയപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്ക രക്തം എനിക്കും നിങ്ങൾക്കും ലോകത്തിനുമെതിരെ ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നില്ലേ? അത് തലക്ക് മോളെ ഉയർന്നു നിന്നാൽ നമുക്ക് സമാധാനവും രോഗശാന്തി സ്വസ്ഥത അനുഭവിക്കാനായിട്ട് പറ്റുമോ? പറയാൻ പല കാരണങ്ങളുണ്ടായിരുന്നു. എനിക്കൊത്തിരി കുഞ്ഞുങ്ങളുണ്ടെന്ന് ഞാൻ പറയും. കാരണം മാതാപിതാക്കൾ അബോർഷൻ ചെയ്ത് കളയാനിരുന്ന, ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച പ്രാർത്ഥിച്ച മനസാക്ഷിയുള്ളവർ കളയാതിരുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് UK നല്ല നിലയിൽ കല്യാണം കഴിച്ച് കൊടുത്തവരുണ്ട്, നല്ല നിലയിൽ ജോലി എടുക്കുന്നവരുണ്ട്, നല്ല നല്ല പൊസിഷനുകളിലായി. കളയണമെന്ന് പറഞ്ഞു, മാംസപിണ്ഡമാണെന്ന് പറഞ്ഞു, അവയവങ്ങൾ കാണില്ലെന്ന് പറഞ്ഞു, ചങ്കിടിക്കണില്ലെന്ന്, അങ്ങനെ ഓരോന്നും പല പല കേസുകളായിട്ട് വന്ന. വളർച്ച കാണുന്നില്ല, തൂക്കമില്ല, വേഗം കളഞ്ഞു. നേരത്തെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷെ പുറത്ത് വന്നു കഴിയുമ്പോൾ തൂക്കം ഉണ്ടായി, വളർച്ച ഉണ്ടായി, അവയുണ്ടായ അത്ഭുതമായി പോയി ബ്രദറെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൈവം എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നോന്നൊന്നുമില്ല. അതാണ് ഈ ഗലാത്യ 1:15 കേട്ടത്. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടെ നിന്ന് എന്നെ വിളിച്ചു. യേശുവിനെ കുരിശിത്തിറക്കുകയല്ല, ഇതാ ഉണ്ണിയേശുവിനെ പോലെ നിഷ്കളങ്കരായ ആ കുഞ്ഞുങ്ങളെ കൊത്തിയരിയുകയാണ്. ക്രൂരതയല്ലേ? പീച്ചിക്കളയുകയാണ്, ഞൊട്ടി ഞരടിക്കളയുകയാണ് ചെയ്യുന്നത്. ഈ രക്തം നമ്മുടെ കുടുംബത്തിനെതിരെ, നമുക്കെതിരെ എതിർ സാക്ഷ്യമല്ല. ഒരമ്മ മിക്കാപ്രവചനത്തിൽ മക്കബാരുടെ പുസ്തകത്തിൽ 2 മക്കബായർ 7-22 ഒരു അമ്മ തന്നെ പറയുന്ന വാക്കുകൾ മക്കളോട് പറയും, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടെന്ന് എനിക്ക് അറിവില്ല. ആർക്കറിവില്ല? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണേ അപ്പനും അമ്മയും വേണം. പക്ഷേ എത്രയോ വർഷങ്ങളായിട്ട് അപ്പനും അമ്മയും ഉണ്ടായിട്ടും ഒരു കുഞ്ഞ് ജന്മം കൊള്ളാത്ത ഡോക്ടർമാർ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് 20 വർഷം 22 വർഷം 25 വർഷമൊക്കെ ആയ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. ആർക്കാ കുഴപ്പം? ആർക്കും കുഴപ്പമില്ല. എന്നിട്ട് എന്തുകൊണ്ടാകുന്നില്ല? അപ്പോൾ നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ ഇപ്പോൾ നല്ല മസിലും നല്ല മിടുക്കനും നല്ല മിടുക്കിയും നല്ല മിസ്റ്റർ കേരളയും നല്ല നാഷണൽ ചാമ്പ്യനൊക്കെ ആയിട്ട് നടക്കണില്ലേ? ഇനി അതൊന്നും ആയില്ലെങ്കിലും നല്ല വാചാലതയും നല്ല ബ്യൂട്ടിയും നല്ല കഴിവും നല്ല ആരോഗ്യവും ഏതെങ്കിലും തരം കഴിവുകളില്ലാതെ ആരും ഈ ലോകത്തില്ല. ആനക്കാനയുടെ വലുപ്പം അറിയില്ലെന്ന് പറഞ്ഞ പോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ട്. ആ ടാലൻറ്റുകൾ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ രൂപം കൊണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ്. അയ്യോ എൻ്റെ അപ്പൻ എന്നെ വേണ്ട, അമ്മക്ക് എന്നെ വേണ്ട, അപ്പനും അമ്മയും തന്നില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടല്ലോ, അവർക്കും കൂടെ ഈ വചനം 2 മക്കബായർ 7:22. പിന്നെ പെണ്ണായതുകൊണ്ട് ഇഷ്ടമായിരുന്നില്ല, ആണിനെല്ലാം കൊടുത്ത്, അതുകൊണ്ട് ഇപ്പം മാന്യോട്ട് ജീവിക്കണം, കഷ്ടപ്പെടണം, രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ രക്ഷേൻ്റെ നാഥനുമായിട്ട് സ്വീകരിച്ചു. അപ്പനും അമ്മനെ നോക്കാനുള്ള മോന, അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി തറവാട്ടിൽ നിൽക്കുന്നതിനെല്ലാം കൊടുത്തു എല്ലാം. അപ്പോൾ അതുകൊണ്ട് അവൻ മടിയനായിപ്പോയി, അല്ലെങ്കിൽ സ്വന്തം കഴിവാണെന്ന് വിചാരിച്ചു. എല്ലാം കിട്ടിയത് കൊണ്ട് അപ്പനും അമ്മനെ നോക്കാനായിട്ട് താല്പര്യമില്ല. എല്ലാം കിട്ടണം. അവസാനം ഒന്നും കൊടുക്കാത്ത മോൻ, സ്നേഹം കിട്ടാത്ത മോള്, സ്നേഹം കിട്ടാത്ത മോൻ, അവർ വന്ന് നോക്കണ്ട, കൊണ്ടുപോകേണ്ട ഗതികേടുകൾ. ഞാനോർക്കുക ഇവിടെ 2 സഹോദരിമാരെ എന്നെ കാണാനായിട്ട് പ്രാർത്ഥിപ്പിക്കാൻ വന്ന 2 സെറ്റ് ഉണ്ട് ഇതുപോലത്തെ, ഓർക്കുന്നുണ്ട്. ഒരെണ്ണം ആങ്ങള കോടതി വിധി വന്നു, പക്ഷേ വാടക വീട്ടിൽ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരനാണ് അവൻ. തിരിച്ചും മറിച്ചും കളിച്ചും പിടിപാടൊക്കെ കൊണ്ട് അമ്മേനെ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് ഹോം നേഴ്സിനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഞാൻ ചോദിച്ചു, ഈ പെങ്ങന്മാരോട് പോയി അമ്മേനെ നോക്കാൻ പാടില്ല, നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകാൻ പാടില്ലേ? അവർക്കത് പറ്റില്ല, അത് കുറച്ചില്ല. എല്ലാവരും ചോദിക്കുമ്പോൾ എന്ത് പറയും? അമ്മ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് അടയ്ക്കുക, ഹോം നേഴ്സിനെയും വെച്ചിരിക്കുക. ഹോം നേഴ്സിനെയും പഠിക്കണില്ല, അതും പഠിക്കണില്ല, ഇതും പഠിക്കണില്ല, അവനെയും പഠിക്കുക. എന്നാൽ നിങ്ങൾ കൊണ്ടു, അവർക്ക് പറ്റത്തില്ല. വേറൊരെണ്ണം വന്നതാണ്, കോടതി വിധി മേടിച്ചിട്ട് അമ്മേനെ കാണാൻ എല്ലാ ദിവസവും അരമണിക്കൂർ പോയി കാണാം. അത്യാസന്ന നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ആയി. ഇവരെയൊക്കെ ഒന്ന് മാനസാന്തരപ്പെടുത്താൻ തമ്പുരാൻ ഇങ്ങനെ ഇട്ടേക്കണേ. ഇന്ന് ഞാൻ നാളെ നീ ആങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. പാലാറ്റൻ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ കോടതി മുഖാന്തരം വേണം, അല്ലെങ്കിൽ അവരുടെ പണി തെറിക്കും. അങ്ങനെ കോടതിയിൽ നിന്ന് ഇത് മേടിച്ചിട്ട് കോടതി വഴി എല്ലാ ദിവസവും അരമണിക്കൂറായി പൊയ്ക്കോ ഇറങ്ങിക്കോ എന്നും പറഞ്ഞിട്ട് ഈ അവസ്ഥയും കണ്ടുകൊണ്ട് ഈ അമ്മ മരിക്കുമോ? ഉണ്ടായപ്പോൾ മൊത്തം കൂടെ മകന് കൊടുത്തു. ഇപ്പം അവർക്ക് ഇതൊന്നും വേണ്ട, അമ്മേനെ കാണാൻ പോലും അനുവാദമില്ല.
ഇതൊക്കെ ഇങ്ങനെയുള്ള എതിർ സാക്ഷ്യങ്ങൾ കിടക്കുന്നത് കൊണ്ടല്ലേ 2, 3, 5 എണ്ണത്തിനെയൊക്കെ കളഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു. പക്ഷേ പിടി വീഴുന്ന ഒരു സമയമുണ്ട്. യെറമ്യാ 17:9, 10 ഹൃദയം മറ്റെന്തിനേക്കാൾ കാപഢ്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതാണ്. കർത്താവായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കും, ഓരോ മനുഷ്യനും താങ്കളുടെ പ്രവൃത്തിക്കും ജീവരീതിക്കും അനുസരിച്ച് ഞാൻ കണക്ക് കൊടുക്കും, പ്രതിഫലം കൊടുക്കേണ്ടി വരുമെന്ന്. ഓരോ മനുഷ്യനും ഇവനാരടാന്ന് പറയും. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വാദിക്കും. വേറെ എന്തെല്ലാം വിഷയമിടാം, രോഗശാന്തി, അത്ഭുതം, അടയാളോ. പക്ഷേ ഇനിയെങ്കിലും ഇതുപോലെ അറിയപ്പെടാൻ സാധ്യതയുള്ള ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, പ്രാർത്ഥിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണർത്താൻ വേണ്ടിയാണ് ദൈവം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ദിവസങ്ങളിൽ എൻ്റെ ഇടവ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്ത്യാനോസാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്തു, അമ്പുകളേറ്റ് പിടഞ്ഞിട്ടും മരിക്കാതെ. അവസാനം സുഖപ്പെട്ട് കഴിഞ്ഞ് ഐറിൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ശുശ്രൂഷ ചെയ്ത് സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിട്ട് വീണ്ടും വടി കൊണ്ടടിച്ച്, ഗത കൊണ്ടടിച്ച് ക്രിസ്തുവിന് വേണ്ടി, യേശുവിന് വേണ്ടി കൊല്ലപ്പെടാൻ തയ്യാറായി. അതുകൊണ്ട് എൻ്റെ വാക്കും എൻ്റെ ജീവനും എൻ്റെ സംസാരവും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിക്കുക. ആരും സഹായിക്കാനില്ലാത്തവർ, പ്രാർത്ഥനയിൽ പോലും ആരും എന്തിനാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വെറുതെ അല്ല, കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് പലയിടത്തും. എന്നിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുന്നത്. കെട്ടുകൾ അഴിക്കുക. യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം. അപ്പോസ്തലപ്രവർത്തനം 2:37 അവർ ഹൃദയം നുറുങ്ങിക്കൊണ്ട്, അപ്പോസ്തലന്മാർ വചനം പറഞ്ഞപ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് ചോദിച്ചു. ഹൃദയം നുറുങ്ങണം, ഉരുകണം. തൈയൊക്കെ കെട്ടി അല്ലെങ്കിൽ നല്ല ടിപ്പ് ടോപ്പായി ബ്രാൻഡഡൊക്കെ ഇട്ടിട്ട് നല്ല കയറിയിരിക്കുമ്പോൾ തന്നെ അടിയിലോട്ട് പോകുന്ന കുഷ്യൻ വീട്ടിലും ഒച്ച പോലും കേൾക്കാത്ത കാറൊക്കെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്, കരണ്ടിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തമ്പുരാൻ്റെ മുമ്പിൽ എന്തിലൊക്കെ കയറിയാലും ഒളിച്ചിരിക്കാനായിട്ട് പറ്റുമോ? നമ്മുടെ മനസാക്ഷിയുടെ സ്വരം നമ്മൾ വെറുതെ വിടുമോ? കൊലപാതകിക്ക് നിത്യജീവൻ ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക, സ്വസ്ഥത ഉണ്ടാവുക? ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ജീവിക്കേണ്ടവനെയൊക്കെ ബക്കറ്റിലാക്കി പെടഞ്ഞ് ചത്തു. അവൻ്റെ ശബ്ദം പോലും കേൾക്കാൻ ആരുമില്ല. അമ്മേന്ന് വിളിച്ച വയറ്റിൽ കിടന്ന് വട്ടം കറങ്ങി ഓടി. ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കൾ കറക്കി അടിക്കുന്ന അവസ്ഥ. നാണക്കേട് വിചാരിച്ചിട്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഉള്ളത് മുഴുവൻ വിറ്റുപിറക്കി നാട് കടന്ന് അന്യനാടുകളിലൊക്കെ പോയിട്ട് അവർക്ക് സൂഹിക്കണം, ഏത് തെറ്റും ചെയ്യണം. കഞ്ചാവും മയക്കുമരുന്നും രാസലഹരിയും പെൺവാണിഭവും സ്വവർഗഭോഗവും, ആണിനെ കൂടിയും പെണ്ണിനെ കൂടിയും. എന്നിട്ട് നിയമം ഉണ്ടാക്കി അവർക്ക് വേണ്ടി വാദിക്കുന്നവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ കാരണം? ദൈവത്തിൻ്റെ സ്വരം അവർ തിരിച്ചറിയുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ 2 മക്കബാർ 7:22 മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളിൽ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവ്വം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും. ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കും. അവർക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് പലയിടത്തും സ്വസ്ഥതയില്ല, സമാധാനമില്ല, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല, ചെയ്യാത്ത ടെസ്റ്റില്ല, പണിയെടുത്തത് മുഴുവൻ സമ്പാദിച്ചു കൂട്ടി ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് വളർത്തിയതിന് മൊത്തം കൂടെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇതാ മനുഷ്യോപകാരപ്രദമല്ലാത്ത വഴികളിലൂടെ ഇതെല്ലാം ഊതിപ്പറത്തിപ്പോവുകയാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം, കരുണക്കൊന്ത ചൊല്ലണം, കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കണം, നരത്തിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകണം, മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുമ്പസാരിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകൾ ചെയ്യണം, കൂട്ടായ്മയിൽ വന്ന് വചനം കേൾക്കണം, ആഴ്ചയിലൊന്നോ, മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് മാസത്തിലൊരെണ്ണം. അല്ലെ കുറ്റബോധം പിടികൂടും, ചോർച്ചകൾ മാറത്തില്ല. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്ത് വിശുദ്ധിയിൽ നമുക്ക് ജീവിക്കാം. ഈശോ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണം. ഇന്ന് ഈ വചനം കേട്ട കുടുംബങ്ങൾ, വ്യക്തികൾ, കർത്താവെ ജീവിച്ചിരിക്കേണ്ട കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും കർത്താവെ ന്യായീകരണങ്ങളും തർക്കങ്ങളും എതിർചിന്തകളും വാദഗതികളൊക്കെ പറയുമ്പോൾ പലതും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവെ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. ഞാൻ ഓർക്കുക, എൻ്റെ പെങ്ങൾ 38-ാമത്തെ വയസ്സിൽ മരിച്ചു.
മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ കുഞ്ഞിനെ കളയണം, ഒന്നുകിൽ കുഞ്ഞിനെ കിട്ടത്തില്ല, അല്ലെങ്കിൽ അമ്മേനെ കിട്ടത്തില്ല. ഷിനി എന്നാണ് അവക്കടെ പേര്, ടീച്ചറായിരുന്നു. പക്ഷേ കുഞ്ഞിനെ തൊടാൻ തയ്യാറായില്ല. കാരണം അവൾക്ക് ക്യാൻസറൊക്കെ വന്നു മാറി രക്ഷപ്പെട്ട് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആയിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ഇത് ഇനി പാടില്ല, വേണ്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്താ ദൈവം തീരുമാനിക്കുന്നത്? ഗലാത്യ 1:15 2 മകവാർ 7:22 കേട്ട പോലെ ദൈവം തീരുമാനിച്ചതുപോലെ നടക്കൂ. ആർക്ക് എപ്പോൾ അവിടെ എന്ത്. ഇവിടെ വന്നതാ തൈറോയ്ഡ് ക്യാൻസറും വന്ന പെണ്ണ് വീണ്ടും ഗർഭിണിയായപ്പോൾ കൊച്ചിനെ കളയണമെന്ന് ഡോക്ടർമാരും ഭർത്താവും നിർബന്ധിച്ചു. അമ്മായിയമ്മ പറഞ്ഞു, ഈ കൊലപാതകയുടെ വീട്ടിൽ അവൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ ജീവിക്കത്തില്ല. ഏതെങ്കിലും വീട്ടിൽ പോയി ജയിലക്ക് പോയാൽ, ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല, പക്ഷെ എൻ്റെ മരുമകൾ ഇങ്ങനെ ഒരു ഇതിന് ശ്രമിച്ചാൽ അന്ന് ഞാൻ ഈ വീട് വിട്ടിറങ്ങും. ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയി പിച്ചപാത്രം എടുത്തോ അടുക്കളപ്പണി ചെയ്ത് കൊടുത്തോ ജീവിക്കും. പിന്നെ എനിക്ക് മരിക്കുന്നത് വരെ എനിക്കിങ്ങനത്തെ ഒരു മക്കളെ വേണ്ട. ഇതിനേക്കാൾ കഷ്ടപ്പാടിൽ ഞങ്ങൾ വളർത്തി. പക്ഷെ ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ അവരുടെ ജീവിതം കുഴപ്പമുണ്ടാകും, ഇതുണ്ടാകും. നല്ല മിടുക്കിയായ കൊച്ചിനെ കിട്ടി. ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ 2 കൊച്ചുങ്ങളുണ്ട്, ഒരു മിടുക്കിയായ കൊച്ചിനെ കിട്ടി. അപ്പോൾ എൻ്റെ പെങ്ങളും അതുപോലെ തൊടാൻ സമ്മതിച്ചില്ല. കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, അമ്മ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയി. അത്രേ ഉള്ളൂ. ശാരീരികമായ വേർപാട് നമുക്ക് വലിയ ദുഃഖമാണ്, വേദനയാണ്. ബ്രദർ ഇത് എങ്ങനെ പറയണമെന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട്. വലിയ ദുഃഖമുണ്ട്. ഞാൻ എടുത്തുകൊണ്ട് വളർത്തിയ ഏറ്റവും ഇളയ സഹോദരി, ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവൻ ഏത് കാരണം പറഞ്ഞും തൊടാനും നശിപ്പിക്കാനും നമുക്ക് അധികാരമില്ല. അത് പളുങ്ക് പോലെ ഹാൻഡിൽ വിത്ത് കെയർ. ആഗ്രഹിക്കാത്ത സമയത്ത് ആയിപ്പോയി, അല്ലെങ്കിൽ അപ്പോൾ PSC ജോലി കിട്ടിയിട്ട് മതിയായിരുന്നു. അതൊക്കെ നിങ്ങളാരെ ഇതൊക്കെ പഠിപ്പിച്ചത്? കോഴ്സ് കളഞ്ഞിട്ട് മതിയായിരുന്നു, വിദേശത്ത് പോയി ഒന്ന് സെറ്റിലായിട്ട് മതിയായിരുന്നു. അതിനിടക്കൊക്കെ വന്നതിനൊക്കെ വെട്ടിയെരിഞ്ഞ് കളഞ്ഞിട്ട് എന്ത് പരിഹാരമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ക്ലച്ച് പിടിക്കുന്നില്ല. എന്നോട് ഒരു സ്ത്രീ പറഞ്ഞതാ, ബ്രദർ പറഞ്ഞത് ശരിയാ, 2 കുഞ്ഞുങ്ങളെ കളഞ്ഞ പിന്നെ ഞാനും ഭർത്താവും കൂടി ചക്കരയും ബീരം പോലെ ജീവിച്ചതാണ്. അത്രക്ക് നല്ല പൈങ്കിളികളെ പോലെ ജീവിച്ചവരാണ്. പക്ഷേ പറഞ്ഞത് ശരിയാണ്, ആ ഗർഭഛിദ്രം ചെയ്തതോടുകൂടിയാണ് കാരണങ്ങളില്ലാത്ത കാരണങ്ങളുണ്ടായി ഇന്ന് ചത്തതുപോലെ ജീവിക്കുന്നു, ഭയങ്കര ശത്രുതയും വഴക്കും. പക്ഷെ ആ കാര്യം പറഞ്ഞല്ല, കാര്യം പിടികിട്ടുന്നില്ല. തൊട്ടതും പിടിച്ചതെല്ലാം കുറ്റം. ഈ സ്ത്രീക്ക് നടുവേദനയും മാറുന്നില്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ പല കേസുകളും മാറുന്നുണ്ട്. കടിച്ചമർത്തിയ കുറ്റബോധം, നടുവേദന, NLP ഒക്കെ ഇട്ട് കരുണയ്ക്ക് വേണ്ടി കരഞ്ഞ് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് കർത്താവ് കരുണയും സൗഖ്യവും കർത്താവ് കൊടുത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദം കഴിയ പാപിനും അറിയത്തെ പോലെ മാതാപിതാക്കൾ അപ്പനും അമ്മയും കുമ്പസാരത്തിൽ പറയണം. എന്നാലേ കുടുംബം രക്ഷപ്പെടും. 2 പേർക്കുണ്ട് ഉത്തരവാദിത്തം. ഒരു സ്ത്രീ മാത്രം വിചാരിച്ചാലല്ല കുഞ്ഞുണ്ടായതും കുഞ്ഞിനെ കളഞ്ഞതും. ധാർമ്മിക ഉത്തരവാദിത്തം 2 പേർക്കുണ്ട്. എത്ര അപ്പന്മാരാണ് ഇത് കുമ്പസാരത്തിൽ പറയുന്നത്? അതുകൊണ്ട് നമുക്ക് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ഈ ദൈവകോപത്തിന് ഇടയാക്കുന്ന ഈ ഭ്രൂണഹത്യ, ഗർഭഛിദ്രം ഈ ഭൂമുഖത്ത് തന്നെ നീക്കിക്കളയാം. അതിനുവേണ്ടി മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം, പരിഹാരം ചെയ്യാം. ദൈവം കരുണ കാണിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ, അല്ലെങ്കിൽ അറിവ് പകരുന്നെങ്കിൽ, ഇത് കിട്ടാത്ത അനേകർക്ക്, ഇനിയും ജനിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ കൊന്നുകളയപ്പെടാനിരിക്കുന്ന ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി, നിഷ്കളങ്കരായ മാലാക കുഞ്ഞുങ്ങന്മാർക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. നിങ്ങളുടെ കമൻസുകളെ അയക്കുക, നിങ്ങളുടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു ജീവൻ പോലും നശിപ്പിക്കപ്പെടാതിരിക്കട്ടെ. അവരെല്ലാം വചനം കേട്ട് മാനസാന്തരപ്പെടട്ടെ. അതുപോലെ തുടർന്നുള്ള ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വചനങ്ങളും ശുശ്രൂഷകളും ദൈവവചനത്തിലൂടെ അല്ലാതെ ഏതനുഭവം ചേർത്താലും ഒന്നും പറയാനില്ല. ഞാൻ ഒന്നുമല്ല, വെറും വെറും ഒരു പാവപ്പെട്ട ഒരു പാപിയായ മനുഷ്യൻ. ഒരു യോഗ്യതയില്ല ഇത് പറയാനോ അവകാശപ്പെടാനോ. പക്ഷെ എൻ്റെ തമ്പുരാൻ ഏൽപ്പിച്ചതുകൊണ്ട് പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആരും വാദിക്കാനില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത്. ആരും കുറ്റബോധത്തിലേക്ക് പോകാനല്ല, തിരിച്ചറിയട്ടെ, മാനസാന്തരപ്പെടട്ടെ. മനുഷ്യരുടെ മുമ്പിൽ വരിഞ്ഞു മുറുകി വലിയ മാന്യത കുട്ടന്മാരും കുട്ടിമാരുമായി നടന്നിട്ട് വീടിന് കുഴപ്പം, സ്ഥലത്തിന് കുഴപ്പം, സ്ഥാനത്തിന് കുഴപ്പം, എന്തൊരു കുഴപ്പമോ,
ക്രിസ്ത്യാനിക്ക് കന്നിമൂല, അന്ധവിശ്വാസം, സമയനോട്ടം, ഇതിനേക്കാൾ വലിയ കുഴപ്പം വേറെ ഉണ്ടോ? ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലോ തലമുറകളിലോ ഈ കുഞ്ഞുങ്ങളുടെ രക്തം വീണ് കിടക്കുന്നുണ്ടെങ്കിൽ, നിഷ്കളങ്കയുടെ രക്തം ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്നുണ്ടെങ്കിൽ തലമുറകളുടെ മേൽ ദൈവകരുണ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇനിയൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യുകയും ബലിയർപ്പിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്.